നമുക്ക് നാടൻ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ അടുത്താണത് അധികം മൂപ്പില്ലാത്ത 1 കിലോ ബീഫാണ് എടുത്തത്. തീരെ മൂപ്പില്ലാത്ത ഇറച്ചിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 250 ഗ്രാം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി 2 ചേർത്ത് കൊടുക്കാം. അതുപോലെ കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി നമ്മളെടുത്താണത് ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എരിവിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ അത്യാവശ്യം കൂട്ടിയോ കുറച്ചൊക്കെ ഇടാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ട് നമ്മൾ വേവിക്കണം. ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും ഈ കറി. എന്ന് വെച്ചാൽ നമുക്ക് അധികം മൂപ്പില്ലാത്ത ഇറച്ചിയുണ്ട്, പെട്ടെന്നാവും. സാധാരണ ബീഫൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്കറിൽ തന്നെ കേട്ടിട്ട് വേവിക്കേണ്ടി വരും. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10-25 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ കറിയൊക്കെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി കുറുകി നമ്മുടെ സവാള ഐറ്റംസൊക്കെ ഉള്ളിയൊക്കെ നന്നായി വാടി എന്താ പറയുക. അപ്പോൾ നമ്മുടെ മസാലകളും അതുപോലെ തന്നെ ഉള്ളി തക്കാളി ഐറ്റംസുകളെല്ലാം കൂടെ നന്നായി കലങ്ങിയിട്ട് ബീഫിനോട് ചേർന്ന് നമ്മുടെ സെറ്റായിട്ട് നല്ല കറി നല്ല കുറുകി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു നാടൻ കറി ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല മൂപ്പ് കുറഞ്ഞ ഇറച്ചിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് പെട്ടെന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറേ സമയമൊക്കെ എടുക്കും.